400-ലേറെ ദിവസം നീണ്ട മുനമ്പം ഭൂസമരം ഇന്ന് അവസാനിക്കും. താൽക്കാലികാടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത്. ഉച്ചയോടെ മന്ത്രിമാരായ പി രാജീവും കെ രാജനും സമരപ്പന്തലിൽ എത്തും. പോക്കുവരവ് നടത്തുകയാണെങ്കിൽ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. അപ്പോൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതേപോലെ തന്നെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അതും ലഭിക്കും. അപ്പോൾ അങ്ങനെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കും. അത് നമുക്ക് മന്ത്രി പി രാജീവിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബിൻ കളത്തിലിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ വികാരി അച്ഛനും ഞങ്ങളുമടങ്ങുന്ന സംഘത്തിന് അത് കൃത്യമായിട്ടുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. മുനമ്പത്തെ ജനതയ്ക്കൊപ്പമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. മന്ത്രിമാരെ പി രാജീവിന്റെയും കെ രാജന്റെയും പ്രതികരണങ്ങളിലേക്ക്. ഒരു കാരണവശാലും അവിടെ താമസിക്കുന്നവരുടെ നിയമപരമായ അവകാശങ്ങൾക്കെതിരെയുള്ള ഒന്നും നടക്കില്ല. പൂർണ്ണമായിട്ടും അവരെ സംരക്ഷിക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ പ്രഖ്യാപനം കൊണ്ടുള്ള കയ്യടിയല്ല, അവർക്ക് സ്ഥിരമായിട്ടുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നടപടിയായിരിക്കും. അതിനാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷണർ തന്നെ എൻക്വയറീസ് ആക്ട് പ്രകാരം ഗവൺമെന്റ് നിയോഗിച്ചത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ നടപ്പിലാക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങി. ഇവിടുത്തെ ഭൂമിയുടെ കാര്യത്തിൽ അവിടെ താമസിക്കുന്ന താല്പര്യം സംരക്ഷിക്കാനുള്ള എല്ലാ നിലപാടും സർക്കാർ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ 600-ലേറെ വരുന്ന കുടുംബങ്ങളെ ഒരു കാരണവശാലും അനാഥമാക്കില്ല എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഏതു വിധത്തിലും ലഭ്യമാക്കണമെന്നായിരുന്നു. തുടർച്ചയായിട്ട് സമരമിരിക്കലാണോ ലക്ഷ്യം, അതോ ഈ അവകാശം ലഭ്യമാകലാണോ എന്നുള്ളതാണ് പ്രശ്നം. മുനമ്പത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ആരും തയ്യാറാകരുത്. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ മുൻകൈ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയാൽ അവരിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ചോദിച്ചത്. അതിനുള്ള പരിഹാര മാർഗം ഞാൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുന്ന് ആരെ ഒഴിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട ലോ മിനിസ്റ്റർ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ അവർക്ക് ഒരു ആശങ്കയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സമരം വളരെ ന്യായീകരിക്കാവുന്ന സമരമാണ്. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുന്ന പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കോടതി വിധിയും കൂടെ ഇപ്പോൾ അവർക്ക് അനുകൂലമായി വന്നു. അപ്പോൾ എല്ലാ സാഹചര്യവും അവർക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. 414 ദിവസമായി തുടരുന്ന സമരമാണ്. 414-ാം ദിവസമാണ് ആ സമരം. അത് ചെറിയ സമരമായിരുന്നില്ല, അതിജീവന സമരമായിരുന്നു. ഇവിടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരം. അതിപ്പോഴും വല്ലാത്തൊരു സമരമാണ്. ആ സമരഭൂമിയിൽ പോയി ആ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി ആ സമരം തീരുന്നതിൽ വലിയ സന്തോഷം. മുനമ്പത്ത് റാഫി കരീമുണ്ട്. റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റവന്യൂ അവകാശങ്ങൾക്കായി വേളാങ്കണ്ണി മാത പള്ളിയങ്കണത്തിൽ 414 ദിവസം മുൻപ് ആരംഭിച്ച മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഇന്ന് അവസാനിക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയും ഉണ്ടായിരുന്നു. കരമടയ്ക്കുന്നതിന് വേണ്ടിയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ 290 കുടുംബങ്ങൾ കരമടച്ചു കഴിഞ്ഞു. ബാക്കി കുടുംബങ്ങളുടെ കരമടയ്ക്കുന്നതടക്കമുള്ള പോക്കുവരടക്കമുള്ള കാര്യങ്ങളുടെ പ്രവൃത്തികൾ അത് മുന്നോട്ട് പോവുകയാണ്. അതിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്. സമരം തുടങ്ങുമ്പോൾ ഈ 414 ദിവസത്തിലേക്ക് സമരം എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയും ദിവസം ഇതിന്റെ പിന്നിൽ വരും എന്ന് ഞങ്ങൾ ധരിച്ചിരുന്നില്ല. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹം ഉണർന്ന് നമുക്കൊരു തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളൊരു നീണ്ട യാത്രയിലേക്ക് പോയി. ആ യാത്രയുടെ പരിസമാപ്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ 2:30-ക്ക് മന്ത്രി എത്തുമെന്നാണ് അറിയുന്നത്. മന്ത്രിമാർ 2:30-ക്ക് എത്തും. അപ്പൊ എങ്ങനെയാണ് ഈ സമരം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ? അല്ല, ഞങ്ങൾ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബിൻ കളത്തിലും ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ഫാദർ ആന്റണി സേവർ തറയിലും ഞങ്ങളടക്കമുള്ള ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ പി രാജീവ് മന്ത്രിയുടെ ഓഫീസിലും അതേപോലെ റവന്യൂ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുകയും അതിൽ കോടതിയിൽ നിന്നും ഒരു വിധി ലഭിച്ചാൽ ഉടൻ തന്നെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും എന്ന് പറയുകയും അങ്ങനെ അത് കഴിഞ്ഞ 26-ാം തീയതി നമുക്ക് കരമടക്കുന്നതിനുള്ള അവകാശം ലഭിക്കുകയും അത് പറഞ്ഞ് കഴിഞ്ഞ ഉടൻ തന്നെ അപ്പോൾ തന്നെ നമുക്ക് കരമടക്കാൻ സാധിക്കുകയും ചെയ്തു. കാരണം അവർ അത്രയും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ നമുക്ക് കരമടക്കാൻ സാധിച്ചത്. ഇപ്പോൾ പോക്കുവരവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോക്കുവരവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭൂമിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും.
അത് അനുബന്ധമായി ബാക്കിയുള്ള എല്ലാ റവന്യൂ അവകാശങ്ങളും നമുക്ക് ലഭിക്കും. ഈ മുനമ്പത്തെ ഈ വേളാങ്കണ്ണി മാതാ പള്ളിയങ്കണത്തിൽ ആരംഭിച്ച സമരം പല തലത്തിൽ വികസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 414 ദിവസം നീണ്ടുനിന്ന സമരമാണ് ഇന്ന് അവസാനിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കൂടി മന്ത്രിമാരായ കെ രാജനും പി രാജീവും ഈ സമരവേദിയിലേക്ക് എത്തും. സമരക്കാരുമായി ചർച്ചകൾ നടത്തും. അതിനുശേഷമാണ് ഈ സമരം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കടക്കുക. പക്ഷേ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു BJP അനുകൂലികൾ ആണെന്ന് തോന്നുന്നു. അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതിൽ ഒരു സമരം തുടരാനാണ് അതിൽ തീരുമാനം. സമരസമിതി ദീർഘനാളായി തുടരുന്ന ഇത് ചുമ്മാ 414 ദിവസം അങ്ങനെ സമരം ഇരിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ കഷ്ടപ്പാടാണ്, വലിയ ആത്മത്യാഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഇപ്പോൾ താൽക്കാലികമാണെങ്കിൽ കൂടി നികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി പറയുന്നവർക്ക് വലിയ ആശ്വാസമാണ്. അവർക്ക് അവരുടെ ഭൂമിയിലുള്ള സ്ഥിരാവകാശം കിട്ടാനുള്ള ഏറ്റവും വലിയ അവസരമാണത്. അപ്പോൾ അത് വരുമ്പോൾ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും എന്നുള്ളതാണ് അവർ ഒഫീഷ്യൽ സമരസമിതിയുടെ നിലപാട്. പക്ഷേ കുറച്ച് പേർ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അവർ സമരം തുടരുമെന്നാണ് പറയുന്നത്. നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.